ഹലോ ഓൾ, ഞാൻ എടുക്കുന്ന പോർഷൻ എക്കോളജിയിലെ ലാസ്റ്റ് മൊഡ്യൂൾ ജിയോഗ്രാഫിക്കൽ റിലീംസിലെ ഒരു 6 റീജിയൻസ് വരുന്നുണ്ട്. അതിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജിയോഗ്രഫി എന്ന് പറയുന്നത് ബയോളജിയിലെ ഒരു ബ്രാഞ്ചാണ്. ഹോൾ വേൾഡിൽ വരുന്ന ആനിമൽസ്, ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ്, ടെറസ്ട്രിയൽ, അക്യൂട്ടിക് ഇതിൻ്റെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് ജിയോഗ്രഫി കൺസേൺ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷനെ 3 ലെവൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ജിയോഗ്രഫിക്കൽ, റീജിയണൽ ആൻഡ് ലോക്കൽ. ജിയോഗ്രഫിക്കലിൽ ഹോൾ വേൾഡ് ആണ് ഉൾപ്പെടുന്നത്. റീജിയണലിൽ വേൾഡിലെ തന്നെ സെലക്റ്റഡ് സെഗ്മെന്റ്സ്. ലോക്കലിലാവുമ്പോഴത്തേനും സ്പീഷീസിന്റെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള സ്പീഷീസ്, റിലേറ്റഡ് സ്പീഷീസ്, അല്ലെങ്കിൽ എക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഇതാണ് ലോക്കലിൽ വരുന്നത്. ഫിലിപ്സ് ക്ലേറ്ററും ആൽഫ്രഡ് വാലീസ് എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകളാണ് വേൾഡ് ഓവറിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്ന ജിയോഗ്രാഫിക്കൽ റീജിയൻസിനെ ഐഡന്റിഫൈ ചെയ്തത്. ആ റീജിയൻസ് ഇതൊക്കെയാണ്: പാലിയാർട്ടിക് റീജിയൻ, നിയാർട്ടിക് റീജിയൻ, നിയോട്രോപ്പിക്കൽ റീജിയൻ, എത്തോപ്പിയൻ റീജിയൻ, ഓറിയന്റൽ റീജിയൻ ആൻഡ് ഓസ്ട്രേലിയൻ റീജിയൻ. പാലിയാർട്ടിക് റീജിയൻ ആണ് ജിയോഗ്രാഫിക്കൽ റീജിയനിലെ ഏറ്റവും ലാർജസ്റ്റ് റീജിയനിൽ വരുന്നത്. ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് യൂറോപ്പ്, നോർത്തേൺ പാർട്സ് ഓഫ് ആഫ്രിക്ക, നോർത്തേൺ ചൈന, USSR, ജപ്പാൻ, ഇറാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. പാലിയാർട്ടിക് റീജിയനിലെ ഫിസിക്കൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ സീ ഫ്രം നോർത്ത്, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ്. അതായത് പാലിയാർട്ടിക് റീജിയനിലെ വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഭാഗങ്ങൾ കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുവാണ്. അതായത് കടലിനാൽ അതിർത്തി പങ്കുവെക്കുവാണ്. അതിൻ്റെ ഓറിയന്റൽ റീജിയന്റെ സൗത്ത് സൈഡ് ഹിമാലയൻ റേഞ്ചിലും സഹാറ ഡെസേർട്ടിലുമാണ് ലൈ ചെയ്യുന്നത്. പാലിയാർട്ടിക് റീജിയനിലെ ക്ലൈമറ്റ് ടെമ്പറേറ്റ്, ഫോറസ്റ്റ് ലാൻഡ്, സ്റ്റീപ്പ് ലാൻഡ്, കോണിഫറസ് ഫോറസ്റ്റ്, ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ, റെയിനി. ഇതൊക്കെയാണ് പാലിയാർട്ടിക് റീജിയനിൽ കാണുന്ന ക്ലൈമറ്റിക് കണ്ടീഷൻസ്. അവിടുത്തെ ഫൗണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലാൻഡ് മാമൽസ് തന്നെ 28 ഫാമിലീസ് ഓഫ് ലാൻഡ് മാമൽസ് ആണ് അവിടെ വരുന്നത്. ലാർജ് മാമൽസ് ആബ്സെൻസ് ആണ്. അവിടെ കാണുന്ന മാമൽസ് ഇതൊക്കെയാണ്: മോൾസ്, ഷ്രൂസ്, റാബിറ്റ്സ്, ഡോങ്കി, ഷീപ്പ്. ഇതൊക്കെയാണ് പാലിയാർട്ടിക് റീജിയനിൽ കാണുന്ന മാമൽസ്. പാലിയാർട്ടിക് റീജിയനിൽ കാണുന്ന ഏവിയൻ ഫോണ, അതായത് ബേർഡ്സ്, പാലിയാർട്ടിക് റീജിയനിൽ കാണുന്ന ബേർഡ്സ് ഇതൊക്കെയാണ്: ഹോക്സ്, ഫിഞ്ചസ്, ഡക്സ്, കുക്കൂസ്, കിങ് ഫിഷേഴ്സ്, ബ്ലാക്ക് ബേർഡ്സ്. റെപ്റ്റൈൽസ് ആണെങ്കിൽ ടർട്ടിൽസ്, ടോർട്ടോയിസ്, ലിസാർഡ്, ഷാർക്സ്, അലിഗേറ്റേഴ്സ്. ആംഫീബിയൻസിൽ വരുന്നത് ടെയിൽഡ് ആംഫീബിയന്റെ എക്സാമ്പിൾ ആണ് ന്യൂട്സ്, സലമാൻഡേഴ്സും. അവിടെ ഫ്രോഗും ടോഡും ആബ്സെന്റ് ആണ്. ഓറിയന്റൽ റീജിയനിൽ ഭൂരിഭാഗവും ഏഷ്യയാണ് വരുന്നത്. ട്രോപ്പിക്കൽ പാർട്സിൽ വരുന്നത് ഇന്ത്യ, ബർമ, മലേഷ്യ, ചൈന, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ് അങ്ങനെയൊക്കെയാണ്. ഈ ഒരു റീജിയനിലെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ പാലിയാർട്ടിക് റീജിയനെ നോർത്ത് സൈഡിലേക്ക് ഹിമാലയൻ റേഞ്ച് വഴി സെപ്പറേറ്റ് ചെയ്യുന്നു. മറ്റ് 2 സൈഡ്, അതായത് ഈസ്റ്റും വെസ്റ്റും, ഈ 2 സൈഡും പസഫിക് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ തമ്മിൽ ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ 2 പസഫിക് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ തമ്മിൽ ഈ 2 സൈഡ്സും അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ഓറിയന്റൽ റീജിയനിലെ ക്ലൈമറ്റ് സദേൺ പാർട്ടിൽ കൂടുതലും ടെമ്പറേറ്റ് ആയിരിക്കും, മോസ്റ്റ്ലി ടെമ്പറേറ്റ് ആണ്. അതേപോലെ തന്നെ സദേൺ പാർട്ടിൽ കോൺസ്റ്റന്റ് ഹ്യൂമിഡിറ്റിയുമാണ്. ഫോണൽ ഫീച്ചേഴ്സിൽ ഏകദേശം 153 ഫാമിലീസ് ഓഫ് മാമൽസിനെയാണ് ഇവിടെ കാണപ്പെടുന്നത്. അതിലെ 10 എണ്ണം എന്ന് പറയുന്നത് യുണീക്കാണ്, അത് കൺഫൈൻഡ് ആണ്. അമോങ്സ്റ്റ് മാമൽസ് എന്നും പറഞ്ഞൊരു കാറ്റഗറി ഓറിയന്റൽ റീജിയനിൽ വരുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഗിബ്ബൻസ്, ടാർസിയേസ്, ഫ്ലൈയിങ് ലമേഴ്സ് ഒക്കെയാണ്. ഏവിയൻ ഫോണ ഓറിയന്റൽ റീജിയനിൽ കാണുന്ന ബേർഡ്സ് യുറിലമൈഡ്, ബ്രോഡ് ബിൽസ് ആണത്. റെപ്റ്റൈൽസിലാണെങ്കിൽ എഗ് ഈറ്റിംഗ് സ്നേക്സ്, ഷീൽഡ് ടെയിൽ സ്നേക്സ്, ലിസാർഡ്സ്,
പിന്നെ ബിഗ് ഹെഡഡ് ടോർട്ടോയിസ്. ബിഗ് ഹെഡഡ് ടോർട്ടോയിസിന്റെ എക്സാമ്പിളിൽ വരുന്നത് പോയിസണസ് സ്നേക്സ്, വൈപ്പേഴ്സ്, പൈത്തൺസ് ഒക്കെയാണ്. എത്തോപ്യൻ റീജിയൻ. എത്തോപ്യൻ റീജിയനിൽ ഉൾപ്പെടുന്നത് അറേബ്യൻ്റെ സദേൺ പാർട്ട്, മഡഗസ്കർ, ആഫ്രിക്കേൻ്റെ നോർത്തേൺ പാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും. ഫിസിക്കൽ ഫീച്ചേഴ്സ്. എത്തോപ്യൻ റീജിയന്റെ എല്ലാ സൈഡ്സും സീയുമായിട്ട് ബൗണ്ട് ചെയ്യുന്നതാണ്. പാലിയാറ്റിക് റീജിയന്റെ ഇടയിലായിട്ട് ഒരു ബാരിയർ കാണപ്പെടുന്നുണ്ട്. ഈ ബാരിയർ നോർത്തേൺ സൈഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും സഹാറ ഡെസേർട്ടുമായിട്ട് കണ്ടിന്യൂസ് ആണ്. എത്തോപ്യൻ റീജിയനിലെ ക്ലൈമറ്റ്. ഈ ഒരു റീജിയൻ ട്രോപ്പിക്കൽ റീജിയന്റെ ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ റീജിയനിലെ എല്ലാ ക്ലൈമറ്റും യൂണിഫോം ആയിരിക്കും. ബിഗ് റിവേഴ്സ്, ഹൈ മൗണ്ടെയ്ൻസ്, ഗ്രേസി പ്ലെയിൻസ്, തിക്ക് ഫോറസ്റ്റ് ഇതൊക്കെയാണ് ഇവിടെ കണ്ടുവരുന്നത്. അതേപോലെ തന്നെ ജാനുവരിയൊക്കെ ആകുമ്പോഴത്തേനും ഈ റീജിയനിൽ 20 to 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ടെമ്പറേച്ചർ. ഈ റീജിയനിലെ ഫോണൽ ഫീച്ചേഴ്സ്. എത്തോപ്യൻ റീജിയനിലെ ഫോണ എന്ന് പറയുന്നത് വെരി റിച്ചും വേരിയഡും ആണ്. അതേപോലെ തന്നെ ടെറസ്ട്രിയൽ വെർട്ടിബ്രേറ്റ്സ് തന്നെ 161 ഫാമിലീസോളം ഈ റീജിയനിൽ കാണുന്നുണ്ട്. ഏവിയൻ ഫോണ. ബേർഡ്സ് ഈ റീജിയനിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. കോമൺ ആയിട്ട് കാണുന്നത് കുക്കൂസ്, ഹോൺബിൽസ്, വുഡ് പെക്കേഴ്സ്, സെക്രട്ടറി ബേർഡ്സ്, ഓസ്ട്രിച്ചസ് ഇതൊക്കെയാണ്. റെപ്റ്റീലിയൻ ഫോണയും അതേപോലെ തന്നെ ഈ റീജിയനിൽ ഭയങ്കര റിച്ച് ആണ്. ടർട്ടിൽസ്, അഗാമിഡ്, ക്രൊക്കോഡൈൽസ്, മോണിറ്റർ ലിസാർഡ്, പൈത്തൺ ഇതൊക്കെയാണ്. ക്യാമിലിയോൺസ് ടോട്ടൽ 50 സ്പീഷീസ് ആണുള്ളത്. അതിൽ 46 സ്പീഷീസ് ക്യാമിലിയോൺസും എത്തോപ്യൻ റീജിയനിൽ തന്നെ കാണുന്നുണ്ട്. ആംഫീബിയൻ ഫോണ. ആംഫീബിയൻ ഫോണയിൽ എത്തോപ്യൻ റീജിയനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബുഫോ, റാന, കാക്കോപ്പസ്, അഡോപ്പൻസ് ഇതൊക്കെയാണ്. മമേലിയൻ ഫോണ. എത്തോപ്യൻ റീജിയനിൽ മാമൽസിൽ ഹയർ മാമൽസും വരുന്നുണ്ട്, ലോവർ മാമൽസും കണ്ടുവരുന്നുണ്ട്. ഹയർ മാമൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ചിമ്പാൻസി, മങ്കി, ജിറാഫ് അങ്ങനെയൊക്കെ. ലോവർ മാമൽസിലാണെങ്കിൽ മൈസ്, റാബിറ്റ്, കാറ്റ്, ഡോഗ്, സ്ക്യൂറൽസ്, ബോവിഡ്സ് ഇതൊക്കെയാണ്. ഓസ്ട്രേലിയൻ റീജിയൻ. ഓസ്ട്രേലിയൻ റീജിയൻ കവർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയ, ടാസ്മാനിയ, ന്യൂ ഗിനിയ, അതേപോലെ തന്നെ കുറച്ച് ഐലൻഡും അതേപോലെ തന്നെ ഇന്തോനേഷ്യ ആർക്കിപ്പലാഗും ഇത്രയും വെച്ചാണ് ഓസ്ട്രേലിയൻ റീജിയൻ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഓസ്ട്രേലിയൻ റീജിയൻ്റെ ഒരു ജിയോഗ്രാഫിക്കൽ പെക്യുലാരിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ മറ്റ് റീജിയനുമായിട്ട് യാതൊരുവിധ ലാൻഡ് കണക്ഷൻസും ഇല്ല. ഇവിടുത്തെ ക്ലൈമറ്റ്. ഓസ്ട്രേലിയൻ റീജിയനിൽ പാർഷ്യലി ടെമ്പറേറ്റ് ആൻഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. സദേൺ ഓസ്ട്രേലിയയിലാണെങ്കിൽ ടെമ്പറേറ്റ് ക്ലൈമറ്റ്. ഇനി ഇന്റീരിയർ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹോട്ട് എറിഡ് പ്ലെയിൻസ് ആൻഡ് ഡെസേർട്ട്സ് വെച്ചാണ് ഇന്റീരിയർ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയൻ റീജിയനിലെ ഫിസിക്കൽ ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഈ ഒരു റീജിയനിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് മറ്റ് റീജിയനുമായിട്ട് ഓസ്ട്രേലിയൻ റീജിയന് ലാൻഡ് കണക്ഷൻസ് ഇല്ല. അതേപോലെ തന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂ ഗിനിയ ആൻഡ് നോർത്തേൺ പാർട്ട് ഓഫ് ഓസ്ട്രേലിയ ട്രോപ്പിക്കൽ ആണ്. അതേപോലെ തന്നെ അവിടെ ഹൈ സമ്മർ ടെമ്പറേച്ചറും ആയിരിക്കും. പിന്നെ ഈ ഒരു റീജിയൻ അതായത് ഓസ്ട്രേലിയൻ റീജിയനെ കവർ ചെയ്തിരിക്കുന്നത് ലക്ഷറിയൻ്റ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് വെച്ചാണ്. ഓസ്ട്രേലിയൻ റീജിയനിലെ ഫോണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടെ ഹയർ പ്ലാസൻ്റൽ മാമൽസ് ആബ്സെൻ്റ് ആണ്. പ്രിമിറ്റീവ് ഫോംസ് ഓഫ് മാമൽസ് ആണ് അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. പ്രിമിറ്റീവ് ഫോംസ് ഓഫ് മാമൽസിൽ വരുന്നത് മോണോട്രിംസ്. മോണോട്രിംസ് എന്ന് പറയുന്നത് എഗ് ലേയിങ് മാമൽസും മാർസ്യൂപ്പിയൽസ് എന്ന് പറയുന്നത് പൗച്ച്ഡ് മാമൽസ്, കങ്കാരു അതൊക്കെ. റെപ്റ്റൈൽസ് ആണെങ്കിൽ സ്കെയിൽ ഫൂട്ടഡ് ലിസാർഡ് ആണ്. അക്വാട്ടിക് ആനിമൽസിൽ വരുന്നത് ലങ് ഫിഷ്, ഫ്രഷ് വാട്ടർ മസിൽ ട്രൈറ്റോണിയ ആൻഡ് മൗണ്ടൻ ഷ്രിമ്പ്. 14 ഫാമിലീസ് ഓഫ് ആംഫീബിയൻസ് ആണ് ഓസ്ട്രേലിയൻ റീജിയനിൽ ഇൻഹബിറ്റ് ചെയ്യുന്നത്. ആംഫീബിയൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഫ്രോഗിൽ തന്നെ റാന, ഹൈല, മൈക്രോ ഹൈല, എലിയൂട്ടറി ഡാക്ടിലസ് ഇങ്ങനെയൊക്കെയാണ്. റെപ്റ്റീലിയൻ ഫോണിനെ കുറിച്ച് പറയുവാണെങ്കിൽ റെപ്റ്റീലിയൻ ഫോണിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ജെക്കോസ്, സൈഡ് നെക്ക് ടർട്ടിൽസ്, മാട്രിക്സ്, ടിപ്ലോപ്സ്, പൈത്തൺ. അവിടെ ഒരു റെപ്റ്റീലിയൻ ഫോണിൽ ഒരു ലിവിങ് ഫോസിലുണ്ട്. സ്പിനഡോൺ ആണ് അവിടുത്തെ ലിവിങ് ഫോസിൽ.
ഓസ്ട്രേലിയൻ റീജിയനിലെ ഏവിയൻ ഫൗണയെ കുറിച്ച് പറയുവാണെങ്കിൽ 10 ഫാമിലീസ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ റീജിയനിൽ യുണീക്കാണ്. ഫ്ലൈറ്റ്ലെസ് ബേർഡ്സിൽ എമോസ്, കാസറേസ്, ഹണി സക്കേഴ്സ് ഇതൊക്കെയാണ് വരുന്നത്. വുഡ് പെക്കേഴ്സ്, ബാർബറ്റ്സ്, ഫിഞ്ചസ് ഒക്കെ ആബ്സെൻ്റ് ആണ്. അക്യൂട്ടിക് ഫൗണയിലാണെങ്കിലും ഫ്രഷ് വാട്ടർ ഫോണ അവിടെ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണെന്ന് പറയുന്നില്ല, എങ്കിലും വെരി പുവർ ആണ്. ക്യൂൻസ്ലാൻഡ് റിവറിൽ തന്നെയാണെങ്കിലും 3 ജനറേ ഓഫ് ലങ് ഫിഷ് ആണ് കാണുന്നത്. നിയാർട്ടിക് റീജിയൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻലാൻഡ്, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതേപോലെ തന്നെ മെക്സിക്കോൻ്റെ കുറച്ച് ഭാഗങ്ങൾ. നിയാർട്ടിക് റീജിയനിലെ ഫിസിക്കൽ ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ്, പാലിയാർട്ടിക് റീജിയൻ പോലെ തന്നെ ഈ റീജിയൻ, അതായത് നിയാർട്ടിക് റീജിയനിലും എക്സ്ട്രീം കോൾഡും ഹോട്ട് ക്ലൈമറ്റുമാണ്. അടുത്ത പോയിന്റ്, നോർത്ത് ഈസ്റ്റേൺ പോർഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാർജ് ലേക്സ്, ഇൻലൻഡ് സീസ്, ഡെസീഡിയസ് ഓർ മിക്സ്ഡ് ഫോറസ്റ്റ് ഒക്കെ കാണാവുന്നതാണ്. മിഡിൽ പോർഷൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗ്രാസ് ലാൻഡ് വെച്ചാണ്. നിയാർട്ടിക് റീജിയനിലെ ഫോണൽ ഫീച്ചേഴ്സ്. നിയാർട്ടിക് റീജിയനിൽ കാണുന്ന ഫോണയും പാലിയാർട്ടിക് റീജിയനിൽ കണ്ടുവരുന്ന ഫോണയും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റീസ് ഉള്ളതാണ്. നിയാർട്ടിക് റീജിയനിൽ 120 ടെറസ്ട്രിയൽ വെർട്ടിബ്രേറ്റ്സ് ഫാമിലീസ് ആണ് വരുന്നത്. അതിൽ 120ൽ 26 മാമൽസ്, 59 ബേർഡ്സ്, 21 റെപ്റ്റൈൽസ്, 14 ആംഫീബിയൻസ് ആണ് വരുന്നത്. മമേലിയൻ ഫോണ. നിയർലി 24 മമേലിയൻ ഫാമിലീസിനെയാണ് ഈ റീജിയനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ 2 മമേലിയൻ ഫാമിലി ഈ റീജിയനിൽ പെക്ലിയർ ആണ്, അതായത് ഹാപ്ലോഡോണ്ടിഡയും ആൻറ്റിലോകാപ്രിഡയും എന്ന് പറയുന്ന 2 മമേലിയൻ ഫാമിലീസ്. കോമൺ ആയിട്ട് കാണുന്ന മാമൽസ്, നിയാർട്ടിക് റീജിയനിൽ കോമൺ ആയിട്ട് കാണുന്ന മാമൽസ് മോൾസ്, ഡിയേഴ്സ്, റാബിറ്റ്സ്, ലീഫ് നോട്ട്സ് ബാറ്റ്സ് ഒക്കെയാണ്. ഏവിയൻ ഫോണ. നിയർലി 39 ഫാമിലീസ് ഓഫ് ബേർഡ്സിനെയാണ് ഈ റീജിയനിൽ കാണുന്നത്. നിയാർട്ടിക് ഏവിയൻ ഫോണയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബ്ലൂ ജെയ്സ് ആൻഡ് ടർക്കി ബുസാർഡ്സ് ഒക്കെയാണ്. അക്യൂട്ടിക് ഫോണയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാറ്റ് ഫിഷസ്, പേർച്ചസ്, സാൽമൺ. അതുപോലെ തന്നെ പെക്ലിയർ ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ഉണ്ട്, അതിനെ ഹോളോസ്റ്റോയി എന്നാണ് വിളിക്കുന്നത്. ഹോളോസ്റ്റോയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അമിയ ആൻഡ് ലെപ്പിഡോസ്റ്റേഴ്സ് എന്നാണ്. റെപ്റ്റീലിയൻ ഫോണയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇഗ്യൂണ, ഹെലോഡെർമ, കോറൽ സ്നേക്സ്, ക്രൊക്കോഡൈൽസ്, അലിഗേറ്റേഴ്സ് ഒക്കെയാണ്. അതേപോലെ തന്നെ നിയാർട്ടിക് റീജിയനിൽ പെക്ലിയർ ആയിട്ട് കാണുന്ന റെപ്റ്റൈൽസ് റാറ്റിൽ സ്നേക്സും ഇഗ്യൂണാസും ആണ്. ആംഫീബിയൻ ഫോണ. നിയാർട്ടിക് ആംഫീബിയൻസ് എന്ന് പറയുന്നത് സാലമാൻഡേഴ്സ്, ബുഫോ, ഹൈല ഇതൊക്കെയാണ്. അതേപോലെ തന്നെ ടെയിൽഡ് ആംഫീബിയൻസും ആംഫീബിയൻ ഫോണയിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നിയോട്രോപ്പിക്കൽ റീജിയനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സൗത്ത് അമേരിക്ക, കൂടുതലും മെക്സിക്കോയാണ്, പിന്നെ വെസ്റ്റ് ഇൻഡീസ്. ഈ ഒരു റീജിയൻ്റെ ഫിസിക്കൽ ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ ഡെസേർട്ട് കംപ്ലീറ്റ്ലി ടോട്ടൽ ആബ്സെൻ്റ് എന്നാണ് ഇവിടെ പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഈസ്റ്റ് ഓഫ് ആൻഡീസ് മൗണ്ടെയിൻ റീജിയൻ്റെ കിഴക്ക് ഭാഗം പൂർണ്ണമായിട്ട് അത് കവർ ചെയ്തിരിക്കുന്നത് ട്രീലെസ്, അവിടെ മരങ്ങളില്ല, ഗ്രേസി പ്ലെയിൻസ് വെച്ചാണ് കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അറിയപ്പെടുന്നത് പാമ്പസ് എന്നാണ്. നിയോട്രോപ്പിക്കൽ റീജിയനിലെ ക്ലൈമറ്റ്, അവിടെ മോസ്റ്റ്ലി ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്, പക്ഷേ എങ്കിലും സദേൺ ടെമ്പറേറ്റ് സോണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ട്രീലെസ്, ഗ്രേസി പ്ലെയിൻസ് ഇതൊക്കെയാണ് നിയോട്രോപ്പിക്കൽ റീജിയനിലെ ക്ലൈമറ്റിക് കണ്ടീഷൻസ്. ഇനി അവിടുത്തെ ഫോണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ 155 ഫാമിലീസ് ഓഫ് ടെറസ്ട്രിയൽ വെർട്ടിബ്രേറ്റ്സിനെയാണ് നിയോട്രോപ്പിക്കൽ റീജിയനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ 39 ഫാമിലീസ് എന്ന് പറയുന്നത് ഈ റീജിയനിൽ തന്നെ പെക്ലിയർ ആണ്. ബാക്കി റെസ്റ്റ് ആയിട്ട് വരുന്ന ഫാമിലീസ് നിയാർട്ടിക് റീജിയനിലും അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ റീജിയൻസിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. മമേലിയൻ ഫോണ. നിയോട്രോപ്പിക്കൽ റീജിയനിൽ മാമൽസിൽ ബാറ്റ്സ് ആബ്സെൻ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ 32 ഫാമിലീസ് മാമൽസിനെയാണ്
നിയോട്രോപ്പിക്കൽ റീജിയനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിലെ 7 ഫാമിലീസിനെ വൈഡ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 16 ഫാമിലീസ് ഈ റീജിയനിൽ യുണീക്കായി കാണുന്നുണ്ട്. 2 ഫാമിലീസ് ഓഫ് മാർസൂപ്പിയൽസ്, അതായത് പൗച്ച്ഡ് മാമൽസും ഈ റീജിയനിൽ പ്രസന്റ് ആണ്. ആംഫീബിയൻ ഫോണയിലാണെങ്കിൽ ട്രീ ഫ്രോഗ്സ്, കോമൺ ഫ്രോഗ്സ്, ടോഡ്സ് ഇതൊക്കെ ധാരാളമായി നിയോട്രോപ്പിക്കൽ റീജിയനിൽ കാണുന്നുണ്ട്. ഏവിയൻ ഫോണ നിയോട്രോപ്പിക്കൽ റീജിയനിൽ ബേർഡ്സ് എന്ന് പറയുന്നത് ഡൈവേഴ്സും സ്ട്രേഞ്ചും ആണ്. ചില സമയങ്ങളിൽ സൗത്ത് അമേരിക്കനെ വിളിക്കുന്നത് തന്നെ ബേർഡ്സ് കോണ്ടിനെന്റ് എന്നാണ്. അതേപോലെ തന്നെ ഗ്രേറ്റ് വെറൈറ്റിയിലുള്ള കളേർഡ് ബേർഡ്സിനെയും ഈ ഒരു റീജിയനിൽ കാണാവുന്നതാണ്. അതായത് പാരറ്റ്സ്, ഓയിൽ ബേർഡ്സ്, ഹമ്മിങ് ബേർഡ്സ് പോലെയുള്ള കളേർഡ് ബേർഡ്സിനെയും കാണുന്നുണ്ട്. റെപ്റ്റീലിയൻ ഫോണയിലാണെങ്കിൽ നിയോട്രോപ്പിക്കൽ റീജിയനിൽ ഡോമിനേറ്റ് ചെയ്യുന്ന റെപ്റ്റൈൽസ് ടർട്ടിൽസ്, ക്രൊക്കഡൈൽസ്, ജെക്കോസ്, പിറ്റ് വൈപ്പേഴ്സ് ഒക്കെയാണ്. അക്വാട്ടിക് ഫോണ നിയോട്രോപ്പിക്കൽ റീജിയനിലെ അക്വാട്ടിക് ഫോണയിൽ കാർപ്പ് ഫിഷ് ഈ ഒരു റീജിയനിൽ ആബ്സെന്റ് ആണ്. പിന്നെ ഈ ഒരു റീജിയനിൽ ഡോമിനേറ്റിംഗ് ഗ്രൂപ്പിൽ വരുന്നത് കാറ്റ് ഫിഷ്, ജിംനോറ്റിഡ്സ് ആൻഡ് ട്രൈഗോണിഡ്സ് ഒക്കെയാണ്. ഇലക്ട്രിക് ഈൽസിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് ആമസോൺ റിവറിലാണ് കാണുന്നത്. ലെപ്പിഡോസൈറിനെ ഫിഷ് ഫോണയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്. താങ്ക് യു.